നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ തകൃതി. ഇത്തവണ പൂരത്തിന് പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷത്തോളം ആളുകളെ. പൂരപ്രേമികൾക്ക് പൂരം ആസ്വദിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. SSLC പരീക്ഷാ മൂല്യനിർണ്ണയം തുടങ്ങി. പരീക്ഷാഫലം മെയ് 3-ാം വാരം പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 25-ന്. തൃശൂർ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികളുമായി കോർപ്പറേഷൻ. PG പട്ടിലാംകുഴിയിലെ പൈപ്പ് ലൈനിലെ ചോർച്ച ഉടൻ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് മേയർ നിർദ്ദേശം നൽകി. വാഹനാപകടങ്ങളിൽ 4 മരണം. തൊഴിയൂരിലും പട്ടിക്കാടും ബൈക്ക് അപകടങ്ങളിൽ യുവാക്കൾക്ക് ദാരുണാന്ത്യം. പൊന്നാനിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അകമലയിൽ കാറിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാട്ടകാമ്പാൽ ചെറിയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർക്ക് പരിക്കേറ്റു. വടക്കേക്കാട് കവനപ്പെട്ടി കള്ളുഷാപ്പ് പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. അൾട്രാവയലറ്റ് രശ്മികളെ സൂക്ഷിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. മണലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ആട്ടിൻകുട്ടി ചത്തു. 10ഓളം തെരുവ് നായ്ക്കളാണ് കൂട്ടിൽ കിടന്ന ആട്ടിൻകുട്ടിയെ കടിച്ചുകൊന്നത്. വാർത്തകൾ വിശദമായി. ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് 20 ലക്ഷത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. കാണികൾക്ക് ഒരു തടസ്സവും കൂടാതെ പൂരം ആസ്വദിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം TCVയോട് പറഞ്ഞു. തൃശൂർ പൂരത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ലെങ്കിലും ആതിഥേയത്വം വഹിക്കുന്ന വടക്കുംനാഥ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ്. പൂരത്തിന് വടക്കുംനാഥ ക്ഷേത്ര മൈതാനം സജ്ജമാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ക്യാമ്പ് ഓഫീസ് ആരംഭിച്ചു. മെഡിക്കൽ സഹായവും കുടിവെള്ള വിതരണവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ, KSEB, വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുമായി സഹകരിച്ച് കാണികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ വ്യക്തമാക്കി. ഏകദേശം ഒരു 18-20 ലക്ഷം ആളുകളെ ഈ വർഷം പൂരത്തിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് ഉൾപ്പെടെ പോലീസിന്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി, തൃശ്ശൂർ കോർപ്പറേഷൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഒരുക്കങ്ങളുടെ ഭാഗമായി ചീഫ് സെക്രട്ടറി തലത്തിൽ യോഗം ചേർന്നിരുന്നു. ജില്ലാ കളക്ടർ വിളിച്ചുചേർത്ത യോഗവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശങ്ങൾ ഈ യോഗങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇതിൽ ഉപയോഗിച്ച് കാണികൾക്ക് തടസ്സമില്ലാത്ത വിധത്തിൽ, എന്നാൽ മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ ക്രമീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് നമ്മൾ കളക്ടർ വിളിച്ചുചേർത്ത യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി അതിനുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് നമ്മൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഘടകക്ഷേത്രങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക സഹായം ശനിയാഴ്ച വിതരണം ചെയ്യുമെന്ന് ബോർഡ് അംഗം KP അജയൻ അറിയിച്ചു. ഒട്ടും വീഴ്ച വരുത്താത്ത രീതിയിൽ ഘടകപൂരങ്ങൾക്ക്, അവരുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ മികവ് പകരുന്ന രീതിയിലുള്ള സാമ്പത്തികമായ സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യവും ചെയ്യുന്നുണ്ട്. പൂരത്തിന് ശേഷം വടക്കുംനാഥ ക്ഷേത്ര മൈതാനവും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷനും തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളും സഹകരിച്ചാകും പ്രവൃത്തികൾ നടത്തുക. TCV ന്യൂസ്, തൃശൂർ. SSLC പരീക്ഷ മൂല്യനിർണ്ണയം ആരംഭിച്ചു. തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉൾപ്പെടെ വിവിധ സ്കൂളുകളിലായാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. മെയ് 2 വരെ മൂല്യനിർണ്ണയം തുടരും. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിൽ മലയാളം, അറബിക്, ഉറുദു, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷാ വിഷയങ്ങളും കണക്കുമാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25-ന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. SSLC ഫലം മെയ് 3-ാം വാരം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരഞ്ഞെടുപ്പും മറ്റ് അവധികളും മൂലമാണ് മൂല്യനിർണ്ണയം തുടങ്ങാൻ വൈകിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. 4,17,417 വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഗൾഫ് മേഖലയിൽ പരീക്ഷ നടത്താൻ അനുകൂല സാഹചര്യമായിരുന്നില്ല. ഹയർ സെക്കൻഡറി പരീക്ഷകളും ഗൾഫ് മേഖലയിൽ റദ്ദ് ചെയ്യേണ്ടി വന്നു. സ്കൂൾ പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ നടത്താൻ പാടില്ലെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സ്കൂൾ അറ്റകുറ്റപ്പണി മെയ് 30-ന് മുൻപ് തീർക്കണം. അടുത്ത അധ്യയന വർഷം പ്രവേശനോത്സവം ജൂൺ 1-ന് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികളുമായി കോർപ്പറേഷൻ.
പട്ടിലാങ്കുഴിയിലെ പൈപ്പ് ലൈനിലെ ചോർച്ച ഉടൻ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് മേയർ കർശന നിർദ്ദേശം നൽകി. പീച്ചിയിൽ നിന്ന് നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന 800 mm പൈപ്പ് ലൈനിലാണ് കഴിഞ്ഞ 7 മാസമായി ചോർച്ച ഉണ്ടായത്. ചോർച്ച മൂലം തൃശൂർ നഗരത്തിലെ പഴയ മുനിസിപ്പൽ പരിധിയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെട്ടിരുന്നത്. കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് എന്നിവർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച ശേഷമാണ് പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയത്. ഇത് നമ്മളിപ്പോ കോടതി പാലത്താണ് നിൽക്കുന്നത്. 800 പൈപ്പ് ഇടണ നേരത്ത് 600 പൈപ്പ് പൊട്ടിയതാണ് ഉണ്ടായത്. JCB വന്നപ്പോൾ ഇത് 7 മാസത്തിന് മുമ്പുണ്ടായ ലീക്കാണ്. അത് ഇതുവരെയായിട്ടും ശരിയാക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല. ഞങ്ങൾ ഇപ്പോഴാണ് ഇത് നേരിട്ട് കണ്ട് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഇതിന്റെ പരിഹാരമാർഗം കാണുന്നതായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ ഇതിന്റെ, ഒരു ദിവസം മതി, 24 മണിക്കൂറിനുള്ളിൽ ഈ ഒരു വർക്ക് തീർക്കുന്നതായിരിക്കും. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. പത്മനാഭ ഹോട്ടലിന് സമീപമായിരുന്നു അപകടം. കാൽനട യാത്രക്കാരിയായ അകമല സ്വദേശി ചെമ്പത്ത് വളപ്പിൽ കൃഷ്ണന്റെ ഭാര്യ 55 വയസ്സുള്ള ലീലയാണ് മരിച്ചത്. അപകടം നടന്നയുടൻ ലീലയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവില്ലാമല സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സമീപത്തെ കടയിൽ വെള്ളം കുടിക്കാനിറങ്ങിയ ഇരുചക്ര വാഹന യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച കാർ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ലീലയെയും ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുചക്ര വാഹന യാത്രക്കാരായ തൊണ്ണൂർക്കര സ്വദേശി ചേലക്കാട്ട് വീട്ടിൽ ജയകൃഷ്ണൻ, അമ്മ ജലജ എന്നിവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തൊഴിയൂരിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. വടക്കേക്കാട് എടക്കര റോഡിൽ ചന്ദനത്ത് ബഷീറിന്റെ മകൻ 24 വയസ്സുള്ള ദിൽഷാദാണ് മരിച്ചത്. തൊഴിയൂർ ICA കോളേജിന് സമീപമായിരുന്നു അപകടം. റോഡിലേക്ക് തെറിച്ചു വീണ ദിൽഷാദിനെ ഉടൻ തന്നെ തൊഴിയൂർ ലൈഫ് കെയർ പ്രവർത്തകർ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പാലക്കാട് കല്ലേക്കാട് സ്വദേശി വടക്കേപ്പുര വീട്ടിൽ ചാമി മകൻ 45 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പീച്ചി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. അകലാട് കാട്ടലപ്പള്ളി മഹളറയ്ക്ക് സമീപം താമസിക്കുന്ന 38 വയസ്സുള്ള ഷിഹാബാണ് മരിച്ചത്. പൊന്നാനി പോലീസ് സ്റ്റേഷന് സമീപം ബുധനാഴ്ച രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം കാർ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തുനിന്ന് പാലക്കാട് കണയം ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് തലകീഴായി മറിഞ്ഞത്. പരിക്കേറ്റവരെ ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിലും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരിയിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്കും മക്കൾക്കും പരിക്കേറ്റു. അപകട മേഖലയായ കാഞ്ഞിരക്കോട് ടർഫ് പരിസരത്തായിരുന്നു അപകടം. വീഴ്ചയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ മലപ്പുറം സ്വദേശികളായ കൊട്ടാരപ്പറമ്പിൽ വീട്ടിൽ ഷൌക്കത്ത് അലി, ഭാര്യ മുബീന, മക്കളായ ഫാത്തിമ, ജന്ന, മുഫ്ലിഹ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെമ്പുക്കാവ് KSFക്ക് മുൻവശമുണ്ടായ വാഹനാപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന താർ വാഹനവും മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. തലകീഴായി മറിഞ്ഞ വാഹനം പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Your complete style partner. ഇനി വെറും പെഡിക്യൂർ അല്ല,
സുകുമാരീസിന്റെ ടാൻ ക്ലിയർ പെഡിക്യൂർ. Sukumaris, your complete style partner. സലൂൺ ഏതായാലും ഹെയർ ആൻഡ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് സുകുമാരീസ് തന്നെ. Sukumaris, your complete style partner. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. കാട്ടകാമ്പാൽ ചെറിയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകനായ ചെറിയൻകാട് സ്വദേശി അഭിജിത്ത്, BJP പ്രവർത്തകരായ കാശിനാഥ്, ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി ചെറിയൻകാട് സെന്ററിലായിരുന്നു സംഭവം. അമ്പലപ്പുറമിലെ വീരനാട്യം പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിച്ചു. തലയ്ക്ക് പരിക്കേറ്റ അഭിജിത്തിനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും BJP പ്രവർത്തകരായ കാശിനാഥിനെയും ബിന്ദുവിനെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും കുന്നംകുളം പോലീസിൽ പരാതി നൽകി. വടക്കേക്കാട് കൗനപ്പെട്ടി കള്ളുഷാപ്പ് പരിസരത്ത് സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കാരണം പരിസരവാസികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നിരവധി തവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. മറ്റു പ്രദേശങ്ങളിൽ നിന്നും വന്ന മദ്യപാനികളാണ് ഷാപ്പിന്റെ പരിസരങ്ങളിൽ തമ്പടിച്ച് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അൾട്രാ വയലറ്റ് രശ്മികളെ സൂക്ഷിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില രേഖപ്പെടുത്തിയേക്കും. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച 14 സ്റ്റേഷനുകളിലെ അൾട്രാവയലറ്റ് സൂചിക പ്രകാരം 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പതിച്ചത് 6 ജില്ലകളിലാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പത്തനംതിട്ട ജില്ലയിലെ കോന്നി, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നിവിടങ്ങളിലെ അൾട്രാവയലറ്റ് സൂചിക 8 ആണ്. അതേസമയം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃശൂർ ജില്ലയിലെ ഒല്ലൂർ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചിക 7 രേഖപ്പെടുത്തി. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് നേത്രരോഗങ്ങൾക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്.
TCV. മണലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ആട്ടിൻകുട്ടി ചത്തു. കാരമുക്ക് 4 സെന്റിന് സമീപം വന്നേരി പ്രദീപിന്റെ ആടിനെയാണ് തെരുവ് നായ കടിച്ചു കൊന്നത്. കൂട്ടിലടച്ചിരുന്ന 3 ആടുകളിൽ ഒന്നിനെയാണ് കൂട്ടിൽ നിന്ന് കടിച്ച് വലിച്ചിഴച്ച് സമീപത്തെ പറമ്പിലേക്ക് കൊണ്ടുപോയി കൊന്നുതിന്നത്. വീട്ടുകാരും മറ്റും നോക്കി നിൽക്കെയാണ് നായ്ക്കൂട്ടം ആടിനെ ആക്രമിച്ചത്. വിവരമറിഞ്ഞ് വാർഡംഗം VV സജീന്ദ്രന്റെ നേതൃത്വത്തിലെത്തിയവർ ചേർന്ന് നായ്ക്കളെ തുരത്തി. ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി മാറിയ തെരുവ് നായ്ക്കളെ പിടികൂടാൻ നടപടികളെടുക്കുമെന്ന് മണലൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ VV സജീന്ദ്രൻ പറഞ്ഞു. മണലൂർ പഞ്ചായത്തിൽ വളരെ പ്രശ്നങ്ങളുള്ള പല ഏരിയകളുണ്ട്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉടമ വാടാനപ്പള്ളിയുള്ള ഒരു ഉടമയാണ്. അവർ ഈ പരിസരത്ത് ഇവരുടെ ഭൂമിയിൽ വന്ന് അത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം അതൊന്ന് വെട്ടി ക്ലിയർ ആക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തെരുവ് നായ്ക്കൾ, കുറുക്കൻ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വാസിക്കുകയാണ്. തെരുവ് നായ്ക്കൾ വീണ്ടും ബാക്കിയുള്ള ആടുകളെ ആക്രമിച്ച് കൊന്നു തിന്നുമെന്ന ഭീതിയിൽ മറ്റു ആടുകളെ വിറ്റൊഴിവാക്കുമെന്ന് വന്നേരി പ്രദീപ് പറഞ്ഞു. എനിക്ക് 3 ആട്ടങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു ആടിനെ നായ്ക്കൾ പിടിച്ചു കൊണ്ടുപോയി കൊന്നു തിന്നു. അവറ്റങ്ങളുടെ ഉപദ്രവം ഇല്ലാണ്ടിരിക്കാൻ പഞ്ചായത്തിൻ്റെ സഹായ സഹകരണം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ശങ്കര ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീ ശങ്കര സന്ദേശയാത്രയ്ക്ക് തൃശൂരിൽ തുടക്കമായി. പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പാലക്കാട് ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി അശേഷാനന്ദ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റ് H. ഗണേഷ്, ജില്ലാ സെക്രട്ടറി D. മൂർത്തി, ടൗൺ യൂണിറ്റ് സെക്രട്ടറി TS. വിശ്വനാഥയ്യർ, വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ, ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റ് H. ഗണേഷ്, സെക്രട്ടറി NR. പരമേശ്വരൻ, ട്രഷറർ KR. ജയരാമൻ എന്നിവർ നയിക്കുന്ന ശ്രീശങ്കര സന്ദേശയാത്ര ഈ മാസം 21-ന് സമാപിക്കും. ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി ആദിശങ്കരാചാര്യരുടെ ഛായാചിത്രം വഹിച്ചുള്ള രഥത്തെ പുഷ്പഗിരിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ഉദ്ഘാടന വേദിയിലേക്ക് ഭക്തജനങ്ങൾ ആനയിച്ചു. കഴിഞ്ഞ ദിവസം കൂടൽമാണിക്യം ദിവസം ഭരണാധികാരികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രിമാരെ അവഹേളിക്കുന്ന വിധത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളാണ് നടത്തിയതെന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം തന്ത്രി കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴക നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സിവിൽ കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്നും അത് വിധിയാവുന്ന മുറയ്ക്ക് അംഗീകരിക്കുമെന്നും തന്ത്രി കുടുംബാംഗങ്ങൾ പറഞ്ഞു. ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ആചാര ചടങ്ങുകളിലും തന്ത്രി കുടുംബാംഗങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഈ വർഷത്തെ ഉത്സവത്തിനും പതിവ് പോലെ ആചാര ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നും തന്ത്രി കുടുംബാംഗങ്ങൾ അറിയിച്ചു. സജി നമ്പൂതിരി, ജാതവേദൻ നമ്പൂതിരി, വിലപൻ നമ്പൂതിരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടന മികവ് കൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 63ാമത്തെ പ്രദർശനമാണ് ഇത്തവണത്തേത്. തൃശൂർ പൂരം പോലെ തന്നെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നതാണ് പൂരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനം. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രദർശനമായിരുന്നു ആദ്യം സംഘടിപ്പിച്ചിരുന്നതെങ്കിലും സ്വാതന്ത്ര്യാനന്തരം നഗരസഭയും പിന്നീട് ദേവസ്വങ്ങളും പൂരം പ്രദർശനം ഏറ്റെടുക്കുകയായിരുന്നു. 1964 ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദ്യ പ്രദർശനം നടന്നത്. പ്രദർശനത്തിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് പൂരത്തിനുള്ള ചെലവ് കണ്ടെത്തുന്നത്. കോവിഡ് കാലത്ത് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നതൊഴിച്ചാൽ ദേവസ്വങ്ങൾ ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി പൂരപ്രദർശനം അതാത് കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികൾക്ക് വിജയകരമായി തന്നെ നടത്തുവാൻ കഴിഞ്ഞു. മുൻകാലങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും 180-ൽ പരം സ്റ്റാളുകൾ സജ്ജമായി കഴിഞ്ഞു. 70-ലധികം പവലിയനുകളാണ് പ്രദർശന നഗരിയിൽ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. ISRO, BSNL, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,
കേരള പോലീസ്, ജില്ലാ പഞ്ചായത്ത്, എക്സൈസ്, കാർഷിക സർവകലാശാല, വെറ്ററിനറി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും പവലിയനുകൾ ഒരുക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കാരണമാണ് സർക്കാർ പവലിയനുകൾ വരാൻ വൈകിയതെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ പ്രദർശന നഗരിയിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നും സന്ദർശകർക്കായി കൾച്ചറൽ പരിപാടികളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് എം ജയചന്ദ്രനും സെക്രട്ടറി കെ ദിലീപ് കുമാറും പറഞ്ഞു. 150ഓളം കമേഴ്സ്യൽ സ്റ്റാളുകളും പിന്നെ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്റിനറി കോളേജ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, ISRO അങ്ങനെയുള്ള പവലിയനുകളെല്ലാം ഇപ്പോൾ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. പൂർണ്ണ സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള സ്റ്റാളുകളെല്ലാം പ്രവർത്തനം. ലോകത്തുള്ള എല്ലാ മലയാളികളെയും അട്രാക്ട് ചെയ്യാൻ പാകത്തിൽ തൃശ്ശൂർ പൂരം കെട്ടിപ്പടുക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തികപരമായ അടിത്തറ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം എക്സിബിഷനാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും പവലിയനിലുണ്ട്. റോബോട്ടിക്സ് ആനിമൽസ് പ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്ററും ഇത്തവണത്തെ പ്രത്യേക ആകർഷണങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള നിരവധി വിനോദ ഉപാധികളും കൂടുതലായി ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റ് നിരക്ക് 50 രൂപയും പൂരത്തിന്റെ 3 ദിവസം 60 രൂപയുമാണ് നിരക്ക്. പ്രദർശനം കാണാൻ എത്തുന്നവർക്കായി ദിവസവും വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മധ്യവേനൽ അവധിക്കാലമായതോടെ പ്രദർശന നഗരിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നായ്ക്കനാലിലെ മുറിച്ചു നീക്കിയ മുത്തശ്ശി ആലിന് പകരമായി നടന്ന ആലിൻ തൈയിന് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് നാമജപത്തിന്റെയും മംഗളവാദ്യത്തിന്റെയും അകമ്പടിയോടെ ഘോഷയാത്രയായി ശ്രീമൂലസ്ഥാനത്തെത്തി ആലിൻ തൈ കൊണ്ടുവരും. തുടർന്ന് ശ്രീ വടക്കുനാഥൻ ക്ഷേത്രം തന്ത്രി പുലയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ നായ്ക്കനാലിൽ കൊണ്ടുവന്ന് നടും. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ, ദേശക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള വന ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടെ കർണാടകയിലെ ഹൊസൂരിൽ നിന്നാണ് ആലിൻ തൈ എത്തിക്കുന്നത്. തൃശൂർ നഗരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവിനെ പോലീസ് സംഘം രക്ഷപ്പെടുത്തി. വിഷുദിനത്തിൽ കുന്നംകുളത്തു നിന്നും കാണാതായ യുവാവാണ് ലോഡ്ജിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിവരമറിഞ്ഞയുടൻ കൺട്രോൾ റൂം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഷിബു, സിവിൽ പോലീസ് ഓഫീസർ ഇസഹാഖ്, പിങ്ക് പോലീസ് അസിസ്റ്റന്റ് പോലീസ് ഓഫീസർമാരായ കല, സിന്ധു എന്നിവരാണ് യുവാവിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യകാലം ഈ മാസം 18-ന് ആരംഭിക്കും. മേടമാസത്തിലെ അമാവാസിക്ക് ശേഷമുള്ള പ്രഥമ മുതൽ ഇടവ മാസത്തിലെ അമാവാസി വരെയുള്ള ഒരു ചാന്ദ്രമാസമാണ് വൈശാഖ മാസം. മെയ് 15-നാണ് വൈശാഖ സമാപനം. ദാനധർമ്മങ്ങൾക്കും വിഷ്ണു ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യമുള്ള വൈശാഖത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വൻ തിരക്കാകും. മേൽപ്പത്തൂർ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയങ്ങളിൽ നൃത്ത അരങ്ങേറ്റങ്ങൾ ഏറ്റവും അധികം നടക്കുന്നതും ഈ സമയത്താണ്. വൈശാഖ ആരംഭ ദിനത്തിൽ ഗുരുവായൂർ ദേവസ്വം വകയായി അഷ്ടപതി സംഗീതോത്സവം രാവിലെ മുതൽ രാത്രി വരെ നടക്കും. വൈശാഖത്തിലെ പുണ്യദിനമായ അക്ഷയ തൃതീയ 19-നാണ്. ക്ഷേത്രം കഴകക്കാരുടെ വകയായി ശ്രീലകത്ത് നെയ്വിളക്ക്, നിറമാല, 2 നേരം മേളത്തോടെ കാഴ്ച ശിവേലിയും വിളക്കും ഉണ്ടാകും. ശ്രീശങ്കര ജയന്തി 21-നും നരസിംഹ ജയന്തി 30-നുമാണ്. വൈശാഖകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളോ ചടങ്ങുകളോ പതിവില്ല.
പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച കൊടിയേറും. രാവിലെ 5:30 പള്ളിനടയിലെ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിൽ നടക്കുന്ന ദിവ്യബലി, ലദീന്, നൊവേന എന്നിവയ്ക്ക് ശേഷമാണ് കൊടികയറ്റം നടക്കുക. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടികയറ്റം നിർവഹിക്കും. വൈകിട്ട് 6-ന് നടക്കുന്ന ആദ്യ നവനാൾ ദിന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ കാർമ്മികത്വം വഹിക്കും. 24, 25, 26 തീയതികളിലാണ് പാവറട്ടിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. കൈക്കാരന്മാരായ ജയ്സൺ വടുക്കൂട്ട്, ജോസൻ KA, ജോസഫ് ലിയോ, KJ ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുക. എടത്തിരുത്തിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. മോഷണ മുതലുകൾ വാങ്ങിയ ആക്രിക്കട ഉടമകളായ കഴിമ്പ്രം സ്വദേശി പുതുവീട്ടിൽ അനിൽ, പൊള്ളാച്ചി സ്വദേശി കാളിമുത്തു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച ചന്ദ്രാപ്പിനി സ്വദേശികളായ ഈരാറ്റുവീട്ടിൽ ഗോകുൽ, ഭഗവതി പറമ്പിൽ വീട്ടിൽ സന്ദീപ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കയ്പമംഗലം SHO ബിജിത്ത്, SI ഫാദിൽ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. KP വത്സലൻ 20ാം രക്തസാക്ഷിത്വ ദിനവും അനുസ്മരണ പൊതുയോഗവും നടന്നു. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചാവക്കാട് കൂട്ടുങ്ങൽ ചത്വരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C സുമേഷ്, M കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, M ബാലാജി, ഷീജ പ്രശാന്ത്, വത്സലന്റെ മകൻ നിരഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്ത് യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാട്ടുകുളം മുത്തപ്പൻ ബസാറിന് സമീപം ആർത്താറ്റ് വീട്ടിൽ വിശ്വംഭരന്റെ മകൻ 45 വയസ്സുള്ള വിദ്യാസാഗറാണ് മരിച്ചത്. മാനസിക അസ്വാസ്ഥ്യമുള്ള വിദ്യാസാഗർ ജ്യേഷ്ഠൻ വിദ്യാധരനൊപ്പമാണ് താമസിച്ചിരുന്നത്. രോഗാവസ്ഥയെ തുടർന്ന് ഇരുവരും തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നില്ല. ചൊവ്വാഴ്ച വൈകിട്ട് മുറിയിൽ കയറി വാതിലടച്ച വിദ്യാസാഗർ പിന്നീട് പുറത്തിറങ്ങിയിരുന്നില്ല. വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് വിദ്യാസാഗരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,260 രൂപ, പവന് 1,14,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ തകൃതി. ഇത്തവണ പൂരത്തിന് പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷത്തോളം ആളുകളെ. പൂരപ്രേമികൾക്ക് പൂരം ആസ്വദിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ. SSLC പരീക്ഷാ മൂല്യനിർണ്ണയം തുടങ്ങി. പരീക്ഷാഫലം മെയ് 3-ാം വാരം പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 25-ന്. തൃശൂർ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികളുമായി കോർപ്പറേഷൻ. പീച്ചി പൊട്ടിലാംകുഴിയിലെ പൈപ്പ് ലൈനിലെ ചോർച്ച ഉടൻ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് മേയർ നിർദ്ദേശം നൽകി. വാഹനാപകടങ്ങളിൽ 4 മരണം. തൊഴിയൂരിലും പട്ടിക്കാടും ബൈക്ക് അപകടങ്ങളിൽ യുവാക്കൾക്ക് ദാരുണാന്ത്യം. പൊന്നാനിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അകമലയിൽ കാറിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാട്ടകാമ്പാൽ ചെറിയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർക്ക് പരിക്കേറ്റു. വടക്കേക്കാട് കവനപ്പെട്ടി കള്ളഷാപ്പ് പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത.
അൾട്രാവയലറ്റ് രശ്മികളെ സൂക്ഷിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. മണലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ആട്ടിൻകുട്ടി ചത്തു. 10ഓളം തെരുവ് നായ്ക്കളാണ് കൂട്ടിൽ കിടന്ന ആട്ടിൻകുട്ടിയെ കടിച്ചുകൊന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ, മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടി